നമസ്കാരം. ഇന്ന് ശനിയാഴ്ച നല്ല വെയിലുണ്ട്. അപ്പോൾ വെയിലത്തൊന്ന് നടക്കാൻ ഇറങ്ങാം. പിന്നെ കായലിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. നിങ്ങൾക്കറിയാലോ, ഇപ്പം കാലാവസ്ഥാ വ്യതിയാനമെല്ലാം മൂലം മഞ്ഞെല്ലാം കുറേ പെയ്ത് വരാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ജനുവരിയിലാണ് ഇപ്പോൾ ഇത്രയെങ്കിലും കുറച്ച് മഞ്ഞ് കാണുന്നത്. കഴിഞ്ഞ കൊല്ലം ഞാനിവിടെ വന്നപ്പോൾ നവംബർ 17 ആദ്യത്തെ മഞ്ഞ് വീഴ്ച ഞാൻ കണ്ടതാണ്. അതിന് ശേഷം 2-3 ദിവസത്തേക്ക് നല്ല മഞ്ഞാണ് പെയ്തത്. ഇതെല്ലാം ചൂടും കൂടുതലായിരുന്നു. സ്പെയിനിൽ ഇക്കൊല്ലം 2024 ഹീറ്റ് വേവെല്ലാം ഉണ്ടായിന് പല സ്ഥലത്തും. പിന്നെ വെള്ളപ്പൊക്കം ഉണ്ടായിന് വാലൻസിയ പറഞ്ഞ സ്ഥലത്തെല്ലാം. അങ്ങനെയുള്ള കാലാവസ്ഥ മാറ്റം ഇവിടെയും ശരിക്ക് കാണുന്നുണ്ട്. ഈ മഞ്ഞ് വീഴ്ച കുറേ വൈകി. ഇനിയിപ്പോൾ ഇനി ഇതുപോലെ മഞ്ഞ് വീഴ്ച ഉണ്ടാവും തോന്നുന്നില്ല. ലേക്കെല്ലാം എന്താണെന്ന് അവസ്ഥ അറിയില്ല. 2-3 ദിവസമായി -5, -6, ഇപ്പം -9 ഇന്ന് താപനില. അപ്പോൾ ലേക്കിലൊന്ന് പോയി നോക്കാം. കഴിഞ്ഞില്ലെല്ലാം ലേക്കെല്ലാം വെള്ളയായിരുന്നു, വെള്ള കളർ. LS ഗാർഡൻ എന്ന് പറഞ്ഞൊരു പാർക്കുണ്ട്. അവിടെ വലിയ ലേക്ക് ഉണ്ട്. ലേക്കിൻ്റെ മുകളിൽ കുറേ ആൾക്കാരെല്ലാം സ്കേറ്റിംഗ് എല്ലാം ചെയ്യുന്നതെല്ലാം കണ്ടിട്ടുണ്ടായി നമ്മൾ പോയിട്ട്. ഇപ്പോൾ ഇവിടെ അടുത്തുള്ള ലേക്കെല്ലാം എന്താണ് അവസ്ഥ എന്ന് നോക്കാം. ഒരു ചെറിയ നടത്തം മഞ്ഞത്ത് കുറേ ആയി ഇതിൻ്റെ മുകളിൽ കയറിയിട്ട്. ഇതിപ്പോൾ മഞ്ഞായതുകൊണ്ട് എല്ലാം വ്യക്തമായിട്ട് കാണാം. ഒന്ന് അതിൻ്റെ മുകളിൽ കയറി നോക്കാം. കയറാൻ പറ്റുമോയെന്നറിയില്ല, നോക്കാം. ഏതായാലും കയറി നോക്കാം. അതെല്ലാം നടന്നു പോയ കാൽപ്പാട് കാണുന്നുണ്ട്. കുറച്ചും കൂടെ എത്തി. ഇവിടെ നിന്ന് കുറച്ചും കൂടി മുകളിലോട്ട് കയറാനുണ്ട്. മഞ്ഞിൻ്റെ താഴെയിപ്പോൾ പാറയാണോ എന്നാന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ നായെല്ലാം കയറിയ കല കാണുന്നുണ്ട്. മനുഷ്യന്മാരെ ഷൂവിൻ്റെ ഇതൊന്നും കാണുന്നില്ല. ഈ ഫോണിൽ കാണുന്ന ഇതെല്ലാം നീലയാണ്. ശരിക്കും ഇത് നീല കളറല്ല ഈ മഞ്ഞെല്ലാം. പക്ഷിയെല്ലാം ഉണ്ടല്ലോ, അങ്ങോട്ട് പോകുന്ന അത്ര പന്തിയല്ല. കാരണം വഴിയൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം തിരിച്ച് തലക്ക് നടക്കാം. ഇവിടുന്നിപ്പം കാണാം ആ ചുവന്ന ബിൽഡിങ്ങില്ല നടുക്കത്തെ, അതിൻ്റെ അപ്പുറത്തെ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തെ ഭാഗത്താണ് എൻ്റെ റൂമുള്ളത്. സ്വീഡനിൽ ആദ്യം വന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് വന്നിനെ വെയിൽ കൊള്ളാൻ വേണ്ടി. ആ സമയത്തെല്ലാം ഒരു 5-6 അങ്ങനെ ഉണ്ടായിരുന്നു താപനില. ഇപ്പോൾ -9. വെയിലില്ലോണ്ട് അത്ര ബുദ്ധിമുട്ട് അറിയുന്നില്ല. അതെ, സൂര്യൻ. ഇതിപ്പോൾ സമയം 1 മണി അങ്ങനെ ആയി, 12:30-1 മണി. ഐസ് ഇങ്ങനെ ഫോണിൽ ഇത് കാണുന്നുണ്ടോ അറിയില്ല. ശരിക്കും ഇതെല്ലാം ഇങ്ങനെ മിന്നുന്നുണ്ട്, തിളങ്ങുന്നുണ്ട് വെയിലടിക്കുമ്പോൾ. ഇതൊരു സംഭവമായിട്ടുണ്ട് കേട്ടോ. എന്തോ അത് ക്രിസ്റ്റലുകൾ. ഓക്കെ, എൻ്റെ അമ്മ എന്ത് ഭംഗിയാണ്. അവരെങ്ങോട്ട് പോയി? എനിക്ക് ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ അപ്പുറത്തേക്ക് പോകണം. ഇതിപ്പോൾ എന്തായാലും വഴുതാൻ സാധ്യതയുണ്ട്. കണ്ട വഴുതിയ മഞ്ഞ് പെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഏതിലും നടക്കാം. മഞ്ഞിൻ്റെ താഴെ കുഴിയോ ഉണ്ടോ എന്ന് മനസ്സിലാവില്ല, എന്നാലും നടന്നു പോവാം. പിള്ളേർക്കെല്ലാം ആഘോഷമാണ് ഇപ്പോൾ. ഓരോ പാത്രമെല്ലാം എടുത്തു കൊണ്ടുവന്നിട്ട് നമുക്ക് ഇറങ്ങി കളിക്കാം. കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ നടക്കുന്നത്. വെയിൽ അത്ര സുഖമില്ല ഏർപ്പെടാറുണ്ട്. വീടെല്ലാം കണ്ട വണ്ടിയെല്ലാം വന്ന് കൃത്യമായിട്ടെല്ലാം വൃത്തിയാക്കി, റോഡെല്ലാം വൃത്തിയാക്കി ഇടും. നടക്കുന്ന സ്ഥലത്തെല്ലാം ജില്ലിപ്പൊടി ഇടും. അപ്പോൾ അങ്ങനെ എഴുതി പോവുകയും ചെയ്യില്ല. നടക്കുന്ന സ്ഥലമെല്ലാം വൃത്തിയാക്കാൻ വേണ്ടി ചെറിയ വണ്ടിയാണ് തോന്നുന്നു. എനിക്ക് 2-3 ദിവസമായി ആ കാറെല്ലാം എടുത്തിട്ട്. വീടിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് നല്ല വൃത്തിയിൽ കാണുന്ന ഈ നടക്കുന്ന വഴി. ആ വണ്ടി തന്നെ ഇങ്ങനെ ഉപ്പിങ്ങനെ വെതറിക്കൊണ്ട് പോകും. ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട് രാത്രി. വെള്ളമുണ്ട്, കുറച്ച് നടുഭാഗത്തെല്ലാം ഐസ് ഇങ്ങനെ കാണുന്നുണ്ട്. അത് വെള്ളം ഈ തണുപ്പത്ത് ഐസായത് തന്നെ. വഴുതി പോകുന്നറിയില്ല. ഇതിടെ കുളിക്കുന്ന കടവാണ്. അങ്ങ് അക്കരയും ഞാൻ ഒരിക്കൽ വന്നിട്ട് കുളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തെല്ലാം തണുപ്പ് തന്നെ. സമ്മറിലും താറാവും ടീമെല്ലാം ഉണ്ടല്ലോ. കുറേ ആൾക്കാരുണ്ട്. തണുത്ത് വരച്ചിട്ട് ഐസിൻ്റെ മുകളിലുണ്ടല്ലോ ഒരാൾ സ്റ്റക്കായതാണോ
ഒരു പ്രാക്ടീസ് നടത്തുകയാണ് നമ്മുടെ സേഫ്റ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ ഐസിൻ്റെ മുകളിൽ നടന്നിട്ട്. കുറച്ചേ ദൂരം പോകുന്നുണ്ട് അവർ. ആ ഒച്ച കേട്ടോ അതിൻ്റെ വലിയ നമ്മൾ ഈ വലിയ ഇലക്ട്രിക് ലൈനിൽ വലിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒച്ച പോലെ. ഞാൻ വരുമ്പോൾ വന്ന വണ്ടിയാണത്. ആ തണുപ്പത്ത് വീണ ആലോചിക്കുക എനിക്ക് വയ്യ. ഐസിൻ്റെ പോലെ പെരങ്ങി പോവാണ്, നീർന്നായാലും പോലെ. ആ പുള്ളി ഇത് പൊട്ടിച്ചതാണ് ഐസിൻ്റെ ഇത് നോക്കാൻ വേണ്ടി. ശരിക്കും ഞാൻ വെള്ളം എന്നാ വിചാരിച്ചത്. ആ രണ്ടാളെ തുള്ളി അതിൻ്റെ ഉള്ളിൽ. വിചാരിക്കാൻ കൂടി പറ്റുന്നില്ല വെള്ളത്തിൻ്റെ തണുപ്പ്. അതിങ്ങനെ ഉന്തി വിട്ടതേ ഉള്ളൂ. എത്ര ദൂരം പോയി. ഓടുമ്പോൾ ഒച്ച നോക്കി പുള്ളിക്കാരെ മിക്കവാറത്തുള്ളൂ. അതിൻ്റെ ഉള്ളിൽ വെള്ളം കയറില്ലാന്ന് കേട്ടോ അവരെ കുപ്പായതിൻ്റെ കാരണം. കണ്ട അതിങ്ങനെ ബലൂണ് പോലെയായി. ഇത് കുറേ ആളുടെ ഇങ്ങനെ കണ്ടു നിൽക്കുന്നത്. ഞാൻ ചോദിച്ചിട്ടാണ് ഇതെടുക്കുന്ന വീഡിയോ. ഇവിടെ ശരിക്ക് ഉറച്ച് ഐസായി മാറിയിട്ടുണ്ട് വെള്ളമെല്ലാം. പുള്ളിക്കാരനെ രക്ഷിക്കാൻ പോകാൻ മുകളിൽ നടക്കുമ്പോഴാ സുഖം. ശരിക്കും ഒച്ച അറിയാം. നമ്മൾ ഷൂവിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ കെട്ടിക്കെട്ട് പൊട്ടുന്ന മഞ്ഞ്. ഇതാണ് ആൽവിക്കിലേക്ക് പോകുന്ന പാലം. ഇവിടെയെല്ലാം ഐസായി, വെള്ളം തണുത്തിട്ട് ഐസായി. കഴിഞ്ഞ കൊല്ലമെല്ലാം മഞ്ഞ് വീണിട്ടാണ് ഐസ്. പ്രാവശ്യം വെള്ളം തന്നെ തണുത്തിട്ട് ഐസായി. ഈ സംഭവം നേരത്തെ ശരിക്കും കണ്ടിട്ട് കൂടിയില്ല. മഞ്ഞ് പോകുമ്പോഴേക്കും എല്ലാം പുല്ലും എല്ലാം പോയി. ഇരുന്ന് വിശ്രമിക്കാനൊക്കെ ബെഞ്ചും ഡെസ്കും. അതിൻ്റെ അപ്പുറം ഒരു കോഫി ഷോപ്പുണ്ട്. അവിടെ വേണമെങ്കിൽ കോഫി മേടിച്ചിട്ട് ഇവിടെ വന്നിരുന്നിട്ട് കുടിക്കാം. ആരോ ഐസിൻ്റെ ബലം പരിശോധിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എറിഞ്ഞ് പൊട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഉണ്ടോ? ഈ ഭാഗത്ത് അക്കരെ വരെ ഐസാണ്. ഒരു അനക്കം പോലും ഇല്ല വെള്ളത്തിൽ. എന്താ ഭംഗി. മരത്തിൻ്റെ മുകളിൽ ഐസ്, മഞ്ഞ് വീണിട്ട്. പിള്ളേർക്കെല്ലാം ആഘോഷം നോക്കി. അതിന് മുകളിൽ ഉരുണ്ട് നിരങ്ങി വരുന്ന ഓരോ സാധനം വെച്ചിട്ട് പലകയും ഇരുന്നിട്ട് നിരങ്ങാനുള്ളതും ഒന്നും പറയണ്ട. അവർക്കെല്ലാം ആഘോഷം തന്നെ. എനക്കെന്നെ കണ്ടിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. തണുത്തുകൊണ്ട് മാത്രം ഞാൻ ഇറങ്ങാത്തത്. പിന്നെ പിള്ളേരുടെ കാര്യം പറയണ്ടല്ലോ. നല്ല കുപ്പായി ഇട്ട് കൊടുത്തോലുണ്ട്. വെള്ളമുണ്ട് കേട്ടോ. ഇത് നോക്കിയാൽ ആ ഒഴുകിപ്പോയ വഴി കൃത്യമായിട്ട് കാണാം. ഇതാണ് എൻ്റർടൈൻമെൻറ്റ്. ഇവിടുന്ന് കുറേ പിള്ളേർ കളിക്കുന്നുണ്ട്. വീട്ടിൽ നിന്നിപ്പോൾ അങ്ങനെ നടന്ന് മഞ്ഞിൻ്റെ കുന്ന് കയറി ഞാൻ ഈ സംഭവത്തിൻ്റെ അടുത്തെത്തി. ഇവിടുന്ന് ഒരു അപാര വ്യൂ ആണ് കേട്ടോ.
മൊത്തം കായൽ കാണാം. രണ്ട് കിടന്ന് ഇങ്ങനെ നോക്കിയിരിക്കാൻ സമയമുണ്ട്. ശരിക്കും ഇന്നലെ രാത്രി എനിക്ക് ഇങ്ങോട്ട് വരാമായിരുന്നു. ഇന്നലെ രാത്രി മറ്റേ KPA ഇൻഡെക്സ് ഇല്ലേ, നമ്മുടെ സോളാർ, ഒരു 8 മണിക്കെല്ലാം ഇവിടെ വരെ കാണുമായിരുന്നു അറോറ, നോർത്തേൺ ലൈറ്റ്സ്. കിട്ടിലും വ്യൂ. കണ്ട, ഞാൻ ആ ഭാഗത്താണ് പോയി നിന്നത്. അക്കരെ ഇക്കരെയും മൊത്തം ഐസാന്നല്ല ഇവിടുന്ന് ശരിക്കും മനസ്സിലാകുന്നുണ്ട്. ഈ ഭാഗത്ത് നടുക്ക് കുറച്ച് വെള്ളമുണ്ട്. അടിപൊളി സീൻ. എൻ്റെ പേര് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. അങ്ങാട് ഐസിൻ്റെ മുകളിൽ കുറച്ച് പക്ഷികൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇത് കായലിലെ വെള്ളം ഉറഞ്ഞ ഐസായോ എന്നറിയാൻ വന്നതാണ്. വെയിലില്ലാണ്ട് കുറച്ച് സമാധാനം. എന്നാലും ഇങ്ങനൊരു വെയിലെല്ലാം അത്യപൂർവമായ കാഴ്ചയാണ്. പക്ഷേ നിങ്ങൾക്കറിയാലോ, സംഭവമെല്ലാം മാറി. ക്ലൈമറ്റ് ചേഞ്ച്. ഇനിയിപ്പം നാളെ ഏതാ മഞ്ഞാണോ മഴയാണോ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാലാവസ്ഥ പ്രവചനം പോലും കൃത്യമായിട്ട് നടക്കുന്നില്ല. അങ്ങനെ മാറിയല്ല. ഇങ്ങനെ ഉണ്ടായിരുന്നു. ഒരു വ്യത്യസ്ത അനുഭവം തന്നെയായിരുന്നു എനിക്ക്. ഇങ്ങനെ അവർ ട്രയൽ നടത്തുന്നതും. എന്തായാലും നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഒരു സംഭവം നമുക്ക് എന്തായാലും കാണാൻ പറ്റില്ല. ഇങ്ങനെയുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്ന ആരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയും പറഞ്ഞ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വേറെ യാത്രകളുമായി ഞാൻ വരുന്നതായിരിക്കും എൻ്റെ ഈ ചാനലിൽ. അപ്പോൾ വീണ്ടും വേറൊരു വീട്ടിൽ കാണാം. അതുവരെയും തരാം.